യേശു തമ്പുരാന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നൊരു ചെറിയ വിഷയമാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനം ഇത് വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. 4-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യം. ഫിലിപ്പിയൻസ് 4:6-7 വാക്യം വായിച്ചാൽ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ അറിയിക്കത്രേ വേണ്ടിയത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം ക്രിസ്തു യേശുവിങ്കൽ കാക്കും. അപ്പൊ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ സമർപ്പിക്കണം. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് വളരെ സുപരിചിതമായ ഒരു വാക്കാണ് സ്തോത്രം, അല്ലെ? എങ്ങനെ ദൈവത്തെ സ്തുതിക്കാം, എങ്ങനെ ദൈവത്തിന് നന്ദി കൊടുക്കാമെന്ന് ദൈവനാമത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചാൽ ഒത്തിരി മറുപടികളുണ്ട്. അതിലെ ഏറ്റവും ശക്തമായ മറുപടി എല്ലാത്തിനും സ്തോത്രം ചെയ്യാനുള്ളതാണ്. ഹല്ലേലൂയ. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു നാഥ, സ്തോത്രം കർത്താവേ. താങ്ക്സ് ഗിവിംഗ്. ഹല്ലേലൂയ. ചേർന്ന് ഒരിക്കൽ കൂടെ കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാടാം. ഈ താങ്ക്സ് ഗിവിംഗ് എന്ന പദത്തിന്റെ റൂട്ട് വേർഡ് വിശുദ്ധ വചന അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ യാഹ എന്ന ഒരു ഹീബ്രു പദത്തിൽ നിന്നാണ് ഉളവായത്. അതിനെ വർഗീകരിച്ച് വലിയൊരു പഠനമുണ്ട്. അത് ഏതൊക്കെ പദങ്ങൾ ചേർന്നാണ് അത് ഉണ്ടായതെന്നൊക്കെയുള്ള പഠനങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതിൻ്റെ അർത്ഥത്തെ ദൈവത്തിന്റെ വിശുദ്ധത്തിലേക്ക്, ദൈവത്തിന്റെ ജ്ഞാനത്തിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുന്നു എന്നൊരു അർത്ഥം അതിനുണ്ട്. അഥവാ ദൈവിക പ്രസൻസിലേക്ക് ഒരു വ്യക്തി എൻട്രി ചെയ്യുന്നു. എ ഡോർ ഈസ് ഓപ്പൺ ഫോർ യു. നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുകയാണ്. അവൻ ഹല്ലേലൂയ സ്തോത്രം അർപ്പിക്കുമ്പോൾ, താങ്ക്സ് ഗിവിംഗ് നൽകുമ്പോൾ അതിലൂടെ അർത്ഥമാക്കുന്നത് എവിടേക്ക് പ്രവേശിക്കുകയാണ്? ദൈവിക പ്രസൻസിലേക്ക് നീ കടക്കുകയാണ്. ദൈവിക വിശുദ്ധത്തിലേക്ക്, ദൈവികമായ ജ്ഞാനത്തിലേക്ക് നീ കടക്കുകയാണ്. ഹല്ലേലൂയ. എപ്പോഴാണ്? ഒരു സമർപ്പണം നടത്തും, നന്ദി കരയറ്റും. ഹല്ലേലൂയ. അതിനെ ഗ്രീക്ക് തലത്തിൽ പഠിക്കുമ്പോൾ യുവാപിസ് എന്നൊരു പദം അവിടെ ഉപയോഗിക്കപ്പെടും. അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. അതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. സമർപ്പണം വിശുദ്ധ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ചില വാക്കുകളായും അത് ഉപയോഗിക്കാറുണ്ട്. അതൊരു സമർപ്പണമാണ്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നന്ദി കരയേണ്ട, നന്ദി അർപ്പിക്കേണ്ട മേഖലകളിൽ പൂർണ്ണമായി എന്ത് ചെയ്യണം? നന്ദി അർപ്പിക്കണം. നമ്മൾ ദിനംപ്രതി ഇങ്ങനെ ചില യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ സ്ഥിരം അഭിപ്രായപ്പെടുന്നുണ്ട്, ഈ പ്രാർത്ഥനകൾ യഥാർത്ഥത്തിൽ ദൈവം ഉണ്ടായിരുന്ന ഈ പ്രാർത്ഥന നിന്നുപോയത്. കാരണം എന്ത് വരുന്നുണ്ട്? എന്ത് ചെയ്യുക? എൻ്റെ ആ കാര്യം നടത്തി തരണേ, ഈ കാര്യം നടത്തി തരണേ. ഇതെല്ലാം നടക്കുവാണെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കുക ആരെയും. ഒരു യുക്തിവാദിയുടെ പ്രസംഗത്തിന് ഞാൻ കേട്ടോ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നടത്തിത്തരുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് സമർപ്പിക്കുക എന്നല്ല. ഇത് ബൈബിൾ പഠിക്കുന്നവർക്കറിയാം. പ്രാർത്ഥന ഒരു റിലേഷൻഷിപ്പിന്റെ അടയാളമാണ്. എന്റെ കർത്താവ് ഞാനെന്നുള്ള ബന്ധത്തിന്റെ എന്താണ്? കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ബേസ് ആണ് പ്രയർ. പ്രയർ എന്നത് ഒരു സ്ട്രോങ് വെപ്പണാണ്, നല്ല മൂർച്ചയുള്ള ആയുധമാണ്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയിൽ ഉയരുന്ന ശബ്ദമാണ് സ്തോത്രം. പ്രാർത്ഥനയിൽ നടക്കാത്ത കാര്യങ്ങളുടെ അപേക്ഷ സമർപ്പണമല്ല,
എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾക്ക് നന്ദി കരയത്തിലാണ് അവിടെ മെയിനായിട്ട് ഉയരുന്നത്. പ്രാർത്ഥന എന്നത് ബോധ്യമില്ലാത്ത വ്യക്തികൾ തങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കും. ആവശ്യങ്ങൾ പോലും സ്തോത്രത്തോടെ സമർപ്പിക്കാനാണ് വചനം പറയുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ പോലും സ്തോത്രത്തോടെ സമർപ്പിക്കുക എന്ന് പറയും. എന്താണ് ആ വിഷയം? അതിന് മറുപടി വന്നു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അതിന് മറുപടി വന്നു കഴിഞ്ഞു. മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഇപ്പൊ മറുപടി വന്നതിനാൽ സ്തോത്രം കർത്താവ്. നമ്മളൊരു ചെടിയുടെ വിത്ത് മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പോയി മറുപടി വന്നില്ലല്ലോ, മുള കിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് മാന്തി വിത്തെടുത്ത് നോക്കൂ ഇല്ല. അതിന്റെ കറക്റ്റ് ടൈമിൽ അതിന്റെ മുള പൊട്ടി വരും. ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾക്ക് അക്കമിട്ടും മറുപടി പറയുക തന്നെ ചെയ്യും. മറുപടി ഉണ്ടാകുക തന്നെ ചെയ്യും. ഉണ്ടായ മറുപടികൾക്ക് നന്ദി പറയണ്ടായോ? പറയണ്ടായോ? 10 കുഷ്ഠരോഗികൾ കർത്തൃസന്നിധിയിൽ വന്നു. 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകി. അവർ ഓരോ തീരുമാനത്തിൽ പോകുക. അവർ പോകുന്ന പോക്കിൽ അവരുടെ സൗഖ്യം അവർ റിയലൈസ് ചെയ്തു. ശരിക്കും അവർ തിരിച്ചറിഞ്ഞു തങ്ങൾ സൗഖ്യമായി, ശുദ്ധരായി എന്നവർക്ക് ബോധ്യമായി. അവരോരോ നിലപാടെടുത്തു. ഇന്ന് പോയി ന്യായപ്രമാണ ചട്ടപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് വീട്ടിൽ കയറണം, പാളയത്തിന്റെ അകത്തേക്ക് കിടക്കണം, എന്നേക്ക് നിശ്ചിതമെന്ന് പറഞ്ഞിരിക്കുന്ന മണ്ഡലങ്ങളെല്ലാം എനിക്ക് പോണം. പലതും തീരുമാനിച്ചു. പക്ഷെ ഒരുത്തൻ വലിയ വകുപ്പുകളും ചട്ടങ്ങളും അറിയാത്ത യഹൂദനല്ലാത്ത ഒരുവൻ ആ കൂട്ടത്തിൽ തിരിച്ചു കടന്നു. എന്തിനാ തിരിച്ചു കടന്നറിയാവോ? താങ്ക്സ് ഗീവിംഗ് അർപ്പിക്കാൻ, നന്ദി കരയറ്റാൽ സൗഖ്യമായവന്റെ സന്നിധിയിൽ മടങ്ങി വന്നു. യേശു ചോദിക്കുന്നു, 10 പേരിൽ ബാക്കി 9 പേര് എവിടെ? ഇവന്റെ മടങ്ങി വരവാ പ്രയർ. മനസ്സിലാവുന്നുണ്ടോ? ഇവന്റെ മടങ്ങി വരവാണ് പ്രാർത്ഥന. ദൈവസന്നിധി, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദിയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്ന അനുഭവത്തിന്റെ പേരാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. എങ്ങനെ കടന്നു വരുന്നു? സ്തോത്രം ചെയ്ത്, സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരുന്നു. ഹല്ലേലൂയ. മനസ്സിലാക്കുന്ന കർത്താവിന്റെ ശക്തിയോട് സ്തുതിച്ചാണ്. സ്തോത്രം. എബ്രായർ 13:15 വാക്യം. എബ്രായർ 13:15. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അതരഫലമെന്ന സ്തോത്ര യാഗങ്ങളോ, സ്തോത്രയാഗം ഇടവിടാതെ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോസ്തലൻ പൗലോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? അതരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. വിടുതലിന്റെ ബേസായി പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങ് എതിർ തന്നിട്ടുള്ള എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. രാവിലെ ആരോഗ്യത്തോടെ എഴുന്നേക്കാൻ എനിക്ക് അനുവദിച്ചതിനെ ഓർത്ത് സ്തോത്രം. എനിക്കെന്ന കഴിവുകൾക്ക് ഞാൻ നന്ദി കരയറ്റുന്നപ്പ, എനിക്കെന്ന സമ്പത്തിന് ഞാൻ നന്ദി കരയറ്റുന്ന കർത്താവേ, എനിക്കെന്ന കുടുംബജീവിതത്തിന് ഞാൻ നന്ദി കരയറ്റുന്ന കർത്താവേ, എനിക്ക് ജീവിതത്തിൽ തന്നിട്ടുള്ള എല്ലാ നന്മകൾക്കും നന്ദി കർത്താവേ, നന്ദിയപ്പാ. ഹല്ലേലൂയ. നടന്നിട്ടില്ലാത്ത വിഷയങ്ങളുടെ വലിയൊരു ലിസ്റ്റ് തയ്യാറാക്കി സമർപ്പിക്കുന്നതല്ല യഥാർത്ഥ പ്രയർ. എന്റെ അപ്പന് എന്റെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങൾക്കുള്ള നന്ദി കരയറ്റിലാണ് പ്രയർ. സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഇടവിടാതെ സ്തോത്രമെന്ന യാഗം ഉയരട്ടെ. ഒരാമ്യം പറഞ്ഞാണ് സ്തോത്രം. 2 കൊരിന്ത്യൻസ് 2:14. 2 കൊരിന്ത്യൻസ് 2:14. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ജയോത്സവമായി നടത്തപ്പെട്ട മേഖലകളെ ഏതെന്ന് ആദ്യം കണ്ടെത്തണം. ഞാൻ എവിടെയെല്ലാം ജയാളിയായി മാറി, ഞാൻ ഏതെല്ലാം മേഖലകളിൽ
ക്ഷേമെടുക്കുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. പട്ടുപോകുമെന്ന്, തീരുമെന്ന് ലോകം വിധികൽപ്പിച്ച ഏതെല്ലാം മണ്ഡലങ്ങൾ എനിക്ക് എൻ്റെ ദൈവം മറുപടി തന്നു. സൗരഭ്യവാസനയായി ഹല്ലേലൂയ. ദുഷിക്കുന്നവരുടെ മുമ്പിൽ, ദോഷം പറയുന്നവരുടെ മുമ്പിൽ, നാശം കൊതിക്കുന്നവരുടെ മുമ്പിൽ സൗരഭ്യവാസനയായി എന്നെ നിർത്തിയ എന്റെ ദൈവമേ, അങ്ങേക്ക് ഞാൻ നന്ദി കരയുന്നപ്പാ. സ്തോത്രമർപ്പിക്കണം. മനസ്സിലാക്കുന്ന കർത്താവിനെ ശക്തി സ്തുതിച്ചാണ്. കൊലോസ്യൻസ് 3-ാം അധ്യായം അതിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കൊലോസ്യൻസ് 3-ന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാണ്. ക്രിസ്തുവിന്റെ സമാധാനം, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങൾ എന്താ ഒന്ന് വാഴേണ്ടത്? ക്രിസ്തുവിന്റെ സമാധാനം. ഈ സമാധാനം ചുറ്റുമുള്ള വിഷയങ്ങളോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകുമോ? ഇല്ല. അപ്പൊ ആരെയാ ഫോക്കസ് ചെയ്യേണ്ടത്? കർത്താവിന്. അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ട്. നടക്കത്തില്ലെന്ന് എന്റെ മനസ്സ് പറയുന്ന മണ്ഡലങ്ങളിലെല്ലാം ആ ചിന്തയെടുത്തു മാറ്റി നടന്നതിനാൽ സ്തോത്രം, മറുപടി വന്നതിനാൽ സ്തോത്രം. ഈ മതിൽ ഞാൻ എങ്ങനെ ചാടിക്കടക്കും? മതിലിനെ ഹല്ലേലൂയ നിന്ന നിപ്പിൽ തകർത്ത് കളയാൻ കഴിവുള്ളവന്റെ വ്യാപാര ശക്തിക്കായി സ്തോത്രം. ഈ മലകളും കുന്നുകളും ഞാൻ എങ്ങനെ കടക്കും? മലകളെയും കുന്നുകളെയും സമനിലമാക്കുവാൻ കഴിവുള്ളവന്റെ വ്യാപാര ശക്തിക്ക് സ്തോത്രം. ഇത് ഈ വിഷയത്തെ ഞാൻ എങ്ങനെ മറികടക്കും? വലിയ ഹെർക്കൂലിയൻ ടാസ്ക് ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുക. എങ്ങനെ മറികടക്കും? അയ്യോ, എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. പറ്റും. മരണത്തെ ജയിച്ചവൻ, പാതാള ഗോപുരങ്ങളെ തകർത്തവൻ, നിന്റെയും എന്റെ രോഗത്തെയും ശാപത്തെയും ക്രൂശിൽ വഹിച്ചവൻ, ആ യേശു കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നിന്റെ അകത്ത് നിറയട്ടെ. ഇന്ന് നീ നേരിടുന്ന വിഷയങ്ങൾക്കകത്ത് ഒരു മറുപടി ഉണ്ടാകുമെന്ന് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചാൽ നിനക്ക് ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയും. അബ്രഹാം തന്റെ ശരീരത്തിന്റെ നിർജീവാവസ്ഥ തിരിച്ചറിഞ്ഞു. സാറായുടെ ശരീരത്തിന്റെ അവസ്ഥകളും അവൻ തിരിച്ചറിഞ്ഞു. എന്നിട്ടും ആശയ്ക്ക് വിരോധമായ ആശയോട് അവൻ വിശ്വസിച്ചു. അത് അവന് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. നിന്റെ നീതീകരണം യേശുക്രിസ്തുവിൽ. സകലത് അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന യേശുക്രിസ്തു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ഒരു ശക്തിക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. നീ നേരിടുന്ന വിഷയങ്ങൾക്കകത്ത് ഒരു മറുപടി ഇന്ന് പകൽക്കാലം ഉണ്ടാകുമെന്ന് നീ വിശ്വസിച്ചുകൊണ്ട് തട്ടി ദൈവനാമത്തിൽ സ്തോത്രം കരയട്ടെ. ഏത് ശക്തികൾക്കും, ഏത് വലിയ സംഭവങ്ങൾക്കും, നിന്നെ ഒതുക്കുമെന്ന് നീ ചിന്തിക്കുന്ന മണ്ഡലങ്ങൾക്കും അതിനെ മുട്ടുമടക്കുവാൻ, അതിനെ താഴെയാക്കുവാൻ കഴിവുള്ളവന്റെ വ്യാപാര ശക്തി എന്റെ കൂടെ. എനിക്ക് വേണ്ടി ആര് സംസാരിക്കും? എനിക്ക് വേണ്ടി ആര് പ്രവർത്തിക്കും? ഭാരപ്പെടരുത്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട്. യഹൂദ ഗോത്രത്തിന്റെ സിംഹം, അവന്റെ ശക്തി, അവന്റെ കൃപ നിന്റെ വിഷയങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരട്ടെ. ഇരുട്ടിന്റെ മധ്യത്തിൽ ഇന്ന് മറുപടി ഉണ്ടാകട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. മറുപടി വന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചു. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായി ഇരിപ്പി. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചു ബുദ്ധി ഉപദേശിച്ചു. നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും അങ്ങനെ ക്രിസ്തുവിന്റെ വചനം
ഐശ്വര്യമായി ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കേട്ടോ, സകലതും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. എങ്ങനെ ഇരിക്കാനാ പറഞ്ഞ? സ്തോത്രം പറഞ്ഞിരിക്കാൻ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയാളിയാണ്. നീ തോറ്റ് തൊപ്പിയിട്ടവനല്ലേടാ, നീ പരാജിതനല്ലേ? നോ, അതിനോട് കോംപ്രമൈസ് ചെയ്യരുത്. മോർ ദാൻ എ കോൺക്വറർ, ജയാളികളെക്കാളും ജയാളിയാണ് ഞാൻ. കാരണം മരണത്തെ ജയിച്ചവൻ, പാതാള ഗോപുരങ്ങളെ തകർത്തവൻ, എന്റെ നാഥന ഇരിക്കുന്നിടത്തോളം കാലം എനിക്കൊരു അനർത്ഥവും സംഭവിക്കത്തില്ല, എനിക്കൊരു പരാജയവും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ! ദൈവനാമത്തിൽ ഉയർച്ച തന്നെ ഞാൻ പ്രാപിക്കും. യേശുവേ ആരാധന. നന്ദി പരിശുദ്ധനേ. 1 തെസ്സലോനിയൻസ് 5-ാം അധ്യായം അതിന്റെ 16 മുതൽ 18 വരെയുള്ള ഭാഗം വേഗം വായിക്കാം. 1 തെസ്സലോനിയൻസ് 5-ന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യം വായിച്ചാൽ. എപ്പോഴും സന്തോഷിപ്പീൻ. ചില വിഷയങ്ങളോട് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷിക്കാൻ പറ്റത്തില്ല കേട്ടോ. അയ്യോ നോ, ഷടകുട എണ്ണിക്കേണ്ട സമയത്ത് അയ്യോ പറയുന്നു. കുഴഞ്ഞ കൈകളെ ചലിപ്പിക്കുക, കുഴഞ്ഞ കാലുകളെ നുകർത്തുക. നിന്റെ നാഥന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. നിന്റെ വീഴ്ച കാണാൻ കൊതിക്കുന്നവരുടെ മുമ്പിൽ ഷടകുടഞ്ഞ് എണ്ണിക്കരുത്. ഹല്ലേലൂയ! നീ വീണു പോകാൻ എന്നെ ദൈവം സമ്മതിക്കത്തില്ലെന്നേ. മനോഭാവങ്ങൾ മാറട്ടെ, ചിന്തകൾ മാറട്ടെ, കാഴ്ചപ്പാടുകൾ മാറട്ടെ, നിലപാടുകൾ മാറട്ടെ. അവിടെ ആ സന്തോഷത്തിന്റെ പരിപൂർണ ഹൃദയത്തിൽ ഉണ്ടാകത്തുള്ളൂ. അയ്യോ ആ വിഷയം എങ്ങനെ, ഈ വിഷയം എങ്ങനെ, അയ്യോ അത് ഭയങ്കര പണിയായി മാറുമല്ലോ. ഒരു പണിയും വരത്തില്ല. ഇന്ന് എനിക്ക് പണി തരുമെന്ന് വാദിക്കുന്നവരുടെ മുമ്പിൽ എന്റെ ദൈവം എന്നെ ഉയർത്തി നാട്ടുകാർക്കും സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും അസൂയ ഉണ്ടാകുന്ന രീതിയിൽ അവൻ നിന്നെ ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സഭ കളിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ നന്ദി. യേശുവേ ആരാധന. നിന്റെ നാടി ഞരമ്പിന്റെ ദൈവശക്തി വ്യാപരിക്കുകയാണ്. അന്നേരം ആ ദുഷ്ടം പറഞ്ഞത് നീ തളർന്നു പോകുന്നു. ദുഷ്ടം പറയാ നീ തളർന്നു പോകുമ്പോ ദുഷ്ടപ്പിശാചെ എന്നെ തളർത്താൻ നോക്കും. ദുഷ്ടപ്പിശാചെ ഞാൻ അങ്ങനെ ഒന്നും തളർന്നു വീഴത്തില്ല. കാരണം തീർന്ന ഒരു വ്യക്തിയല്ല ഞാൻ എന്റെ ദൈവമായി പൂജിക്കുന്നത്, സേവിക്കുന്നത്. മരണത്തെ ജയിച്ച് പാതാള ഗോപുരങ്ങളെ തകർത്ത് ഇന്നും എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, ഇന്നും എനിക്ക് വേണ്ടി സംസാരിക്കുന്ന, ഇന്നും എനിക്ക് വേണ്ടി ഇടപെടുന്ന എന്റെ യേശു കർത്താവിനെ എത്ര ഞാൻ വിശ്വസിക്കുന്നത്. അവൻ എന്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കാൻ സമ്മതിക്കത്തില്ല. അവൻ എന്റെ വേണ്ടി ദാരിദ്ര്യം കൊണ്ട് നിറയ്ക്കത്തില്ല. അവൻ ഞാൻ തകർന്നു കളയാൻ കൊതിക്കുന്നവനല്ല, എന്നെ ഉയർത്തി മാനിക്കുന്നവനത്രേ ഞാൻ സേവിക്കുന്ന എന്റെ അപ്പ. സന്തോഷത്തിന്റെ പരിപൂർണ്ണത. നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയട്ടെ. ഭാരം മാറട്ടെ. ഭാരമേ മാറും. എല്ലാ നെഗറ്റീവ് ചിന്തകളും എടുത്ത് കളയുക. ഫ്രീ ആകുക. മനസ്സ് ശരീരം ഫ്രീ ആകുക. വായിച്ചു. എപ്പോഴും ഇടവിടാതെ എപ്പോഴും സന്തോഷമുള്ളവനെ ഇടവിടാതെ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. നിരീശ്വരവാദി പറയുന്ന പ്രാർത്ഥനയല്ല. അയ്യോ അത് നടന്നില്ലേ, അയ്യോ ഇത് നടന്നില്ലേ, അത് പ്രാർത്ഥനയല്ല. അത്
പരാതി പറച്ചിൽ. സന്തോഷം കൊണ്ടുള്ള പ്രാർത്ഥന, സന്തോഷം കൊണ്ട് നിറഞ്ഞു വിട്ടിട്ടുള്ള പ്രാർത്ഥന എന്താ? മറുപടി വന്നതിനാ സ്തോത്രം. സമയവും കാലവും ഞാൻ കുറിച്ചു. ആ സമയത്ത് ആ കാലത്ത് അത് നടന്നിരിക്കും. തർക്കമില്ലാത്ത കാര്യം. നടന്നിരിക്കും. ലോക മാനവരാശിക്ക് ഈ വർഷം അപകടങ്ങളുടെയും ദോഷങ്ങളുടെയും സീസൺ ആണെങ്കിൽ അതെനിക്ക് ഭവിക്കത്തില്ല. ഒരു ബാധയും എന്റെ കൂടാരത്തിന് മേൽ അടിക്കത്തില്ല. ഒരു ദോഷവും എന്റെ മേൽ എന്റെ മേൽ അടിക്കത്തില്ല. ഒരു ശക്തിക്ക് മേലെ തകർക്കാൻ കഴിയത്തില്ല. അവന്റെ രക്തത്തിന്റെ ശക്തി എന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, ഉറക്കം നടിക്കുന്നതുമില്ല. വന്നിട്ട് പ്രാർത്ഥിക്കാൻ വന്നിട്ട് പോയോ? ഇനി എണ്ണിച്ച് നോക്കാം എന്ന് പറയുന്നവനല്ല. ഞാനൊരു വിഷയത്തെ ചൊല്ലി ചിന്തിക്കുന്നതിന് മുന്നമേ, അപ്പാ എന്ന് ഞാൻ വിളിക്കുന്നതിന് മുന്നമേ മറുപടി ഒരു പാക്കേജ് ആക്കി ഒരുക്കുന്നവനാ എൻ്റെ ദൈവം. കേട്ടുന്നുണ്ടോ? നീ എന്നും രോഗിയായി, നീ എന്നും വയ്യാത്തവനായി, നീ എന്നും അസ്വസ്ഥയായി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന മതപഠനമല്ലിത്. അങ്ങനെ ഒരു സംവിധാനം പഠിപ്പിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ ലക്ഷ്യം നീ എന്നും അടിമയായിരിക്കുക എന്നുള്ളത്, ഭയത്തിന്റെ ആത്മാവിനെ പകരുക എന്നുള്ളത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം വന്നു കഴിഞ്ഞാൽ നീ ഭയത്തിന്റെ ആത്മാവിൽ നിന്ന് സ്വതന്ത്രനായി, സുബോധത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും സുപുത്രത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. വാക്യം പൂർണ്ണമായി 17-18 വായിച്ചു. എല്ലാത്തിനും സ്തോത്രം ചെയ്യും. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. എല്ലാത്തിലും എന്ത് ചെയ്യണം? ഒന്ന് കരങ്ങളെടുത്ത് ഒരു സ്തോത്രം പറഞ്ഞേ. ഞാൻ സ്തോത്രം പറയുമ്പോൾ അതിന്റെ റൂട്ട് വേർഡിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ്. ഞാൻ എവിടേക്ക് പ്രവേശിക്കുകയാണ്? ദൈവരാജ്യത്തിന്റെ അകത്തേക്ക് ഒരു കവാടം, ഈ ഹോളിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. ആ വാതിലൂടെയാണ് നിങ്ങൾ പ്രവേശിച്ചത്. അനുഗ്രഹത്തിന്റെ, നന്മയുടെയും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഹല്ലേലൂയ ഒരു വാതിൽ തുറക്കുകയാണ്. നീ നിരാശപ്പെടേണ്ട, നീ സങ്കടപ്പെടേണ്ട. നീ സങ്കടപ്പെട്ട കാലം തീരുകയാണ്. നിരാശയുടെ സമയം മാറുകയാണ്. ചില കല്ലുകൾ ഉരുണ്ട് മാറി നിനക്ക് വേണ്ടി ചില വഴികളെ തുറക്കുകയാണ്. നിനക്ക് വേണ്ടി ചില വാതിലുകളെ തുറക്കുകയാണ്. ഉരുട്ടേണ്ടതിനെ ഉരുട്ടി മാറ്റുന്ന സമയം അടുത്തിരിക്കുന്നു. ആ സാധ്യതകൾ നീ ചിന്തിച്ച ചില മണ്ഡലങ്ങളകത്ത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ പോകും. വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ബലത്തോടെ ചലിച്ചു. എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ടെന്നേ. എൻ്റെ അപ്പൻ എന്നെ പാതി വഴിക്ക് ഇട്ടിട്ട് പോകുന്നവനല്ല. ആരൊക്കെ എതിര് പറഞ്ഞാലും, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും എൻ്റെ അപ്പൻ എന്നെ തള്ളിക്കളയത്തില്ല, എന്നെ ഉപേക്ഷിക്കത്തില്ല. തന്റെ ചങ്കിലെ ചോര കൊണ്ട് എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. അവന്റെ രക്തമുഖാന്തരമുള്ള ജയം എന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്ന സീസണിലേക്ക് ഞാൻ കാണിച്ചിരിക്കുന്നു. ബോധ്യമുള്ളവർ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും. അരുമനാഥ, പ്രിയപിതാവേ, കർത്താവേ, ഒരു സീസണിലേക്ക്, മറുപടിയുടെ ഒരു സീസണിലേക്ക്, വിടുതലിന്റെ ഒരു സീസണിലേക്ക് കാൽ വെച്ചിരിക്കുന്ന ഈ ജനത്തെ അപ്പാ വലിയ സാക്ഷ്യമാക്കിയാൽ ഉയർത്തുന്നതിനെ ഓർത്ത് അനേകം പേർക്ക് ഒരാശ്വാസമായി മാറും. പല വിഷയങ്ങളുടെ മുമ്പിൽ പതറിപ്പോയി ഇനി ഒരു മറുപടി കിട്ടത്തില്ലെന്ന് ചിന്തിച്ചിരിക്കുന്ന വ്യക്തിയെ നിന്നോട് തമ്പുരാന്റെ ദൂത് ഞാൻ അറിയിക്കുകയാണ്. നിന്റെ സ്ഥിതി മാറുകയാണ്. ഒരു സീസൺ നിന്നിൽ തുടങ്ങുകയാണ്. നിന്നെ എതിർത്തവർ, നിന്നെ പകച്ചവരുടെ മുന്നിൽ
എൻ്റെ ദൈവം നിന്നെ ഉയർത്തി മാനിക്കുവാൻ പോകുന്നു. സഭയ്ക്കകത്ത് ഇന്റർനെറ്റിലൂടെയും ഒക്കെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ശക്തമായ ചില മറുപടികൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം ചലിക്കുന്നതിനെ ഓർത്ത് എന്റെ തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ലാസ്റ്റ് ടൈം മിനിസ്റ്റർ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, എന്റെ ദൈവം നിങ്ങളെ ഉയർത്തി മാനിക്കും. അവനെ ഉയർത്തുമെന്ന് ബോധ്യമുള്ളവർ മാത്രം ഒരു കർത്താവിനെ സ്തുതിച്ചാട്ട് ദൈവം ധാരാളമായി നിങ്ങൾ നിറയ്ക്കട്ടെ. ആമേൻ, ആമേൻ.